എനിക്ക് വാ റെഡി 1 2 3 സ്റ്റാർട്ട്. ചാടി എണീറ്റോ. വെരി ഗുഡ്. പോങ്ങട്ടോ. ഹലോ ഫ്രണ്ട്സേ, അപ്പോൾ അതെ നമ്മൾ രാവിലെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രുചി ഉറക്കത്തിൽ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തേട്ടോ. കാപ്പി കുടിച്ചില്ല. ആ ശരി, പക്ഷേ ഇപ്പം 10 മണിയാകാൻ പോകുന്നല്ലേ. രാവിലെ എണീറ്റ് കേട്ടോ. ആ ഉറക്കക്കാരിയാക്കും. വല്ലപ്പോഴും ഒക്കെ കളിച്ച് താമസിച്ചിരിക്കുന്നു കേട്ടോ. 7:30 വരെ ഉറങ്ങിയോളൂ. എത്ര മണിക്കാന്ന് വെച്ചാൽ 5 മണിക്ക് എണീറ്റ് റെക്കോർഡൊക്കെ ഇട്ട് അമ്പലത്തിൽ റെക്കോർഡൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഉറങ്ങുന്ന ഉറക്കമാണ് 5-7 മണി വരെ ഉറങ്ങണം. ഇന്ന് നേരെ ഉറങ്ങിയാണോ? ആ ഇന്നൊന്നും ഇട്ടില്ല. അപ്പോൾ ഇന്നലെ നമ്മൾ നിന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് കാപ്പി കുടിക്കാൻ നേരിട്ട് ഇറങ്ങി കേട്ടോ. നേരെ വന്ന് ഇറങ്ങിയതാ. ഇന്ന് നിൽക്കാനൊരു ഉത്സാഹമുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് നീ പറയാട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഈ ബാക്കി ബെൽറ്റൊക്കെ ഒന്ന് കെട്ടട്ടെ. കാപ്പി കുടിക്കാൻ കുടിക്കാതെ വിചാരിച്ചത്. ആ ഓക്കെ, കാപ്പി കുടിക്കാൻ നിൽക്കാതെ അപ്പം ബെൽറ്റ് സെറ്റ് ചെയ്യട്ടെ. നിൽക്ക എഴുന്നേക്കാതെ. ഞാൻ ആദ്യം ബാക്കിലോട്ട് വെക്കട്ടെ. ഇത് ബാക്കിലോട്ട് സെറ്റാക്കി വെക്കട്ടെ. അമ്മ അവിടെ വെക്കട്ടെ. വേണ്ട, അമ്മയുടെ കറി വെക്കുവാണ് കേട്ടോ. രാവിലെ ഞങ്ങൾക്ക് കാപ്പിക്ക് ഒന്നുമില്ല, കഞ്ഞി കുടിക്കാൻ പോവാണ്. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ കംപ്ലൈൻ്റ് ആയി. നീ എന്താ കഴിക്കുന്നത്? മുട്ട. ലിജി മുട്ടയും പാലും കഴിക്കത്തുള്ളൂ കേട്ടോ, കഞ്ഞി കുടിക്കത്തില്ല. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്റ്റൗ കംപ്ലൈൻ്റ് ആയി, റെഡിയാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി പോകും. രാവിലെ ലിജി നിന്നതിന് ശേഷം എന്താ പരിപാടി എന്ന് വെച്ചാൽ വടക്കേ അച്ചാമ്മ വീട്ടിൽ പോവാം. അച്ചാമ്മ അടുത്ത് പോവാം. അവിടെ അച്ചാമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അച്ചാച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ചാമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മക്കൾ അവരൊക്കെ ജോലിക്ക് ഓരോ ഭാഗത്തായിട്ട് പോയി. അച്ചാമ്മ പാൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഒരു നാൾ നോക്കാനായിട്ട് ഒരാളുണ്ട്. അത് നമ്മുടെ ഒരു കുഞ്ഞമ്മ കേട്ടോ. ആ കുഞ്ഞമ്മയുണ്ട് നോക്കാനായിട്ട്. നല്ല ലിജി അവിടെ ചെന്നിരിക്കുമ്പോൾ അച്ഛമ്മ കാര്യമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരിക്കുക. ലിജി പിന്നെ തമാശക്കാരിയാണല്ലോ. അപ്പോൾ അതാണ് ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ പരിപാടികൾ. തമാശ പറയാൻ വേണ്ടി പിന്നെ സമയം കൂട്ടുവേണം, കൂട്ടിരിക്കാൻ പോകണം കേട്ടോ. ആ പ്രായമായതല്ലേ. മറ്റേ കുഞ്ഞമ്മ ജോലിയൊക്കെ ആയിരിക്കും. അപ്പോൾ ലിജി അവിടെ ചെന്നിട്ട് അച്ചാമ്മയ്ക്ക് കാര്യമൊക്കെ പറഞ്ഞിരിക്കും. അത് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള പരിപാടി ഇതാണ്. ഇത് സ്റ്റൗ റെഡിയാക്കാൻ പോകണം അതല്ലേ. അപ്പോൾ ഞങ്ങൾ പണ്ട് ഒരു നമ്മൾ റേഷൻ കാർഡിൽ ഇത് കാറ്റഗറി മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നേ അല്ലേ. അത് ഓക്കെ BPL കാർഡ് കേട്ടോ. BPL കാർഡ് ആകുമ്പം എനിക്ക് ഇനി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒക്കെ പോകുമ്പം ട്രീറ്റ്മെൻറ്റൊക്കെ കുറച്ച് ഇളവ് കിട്ടും. 35 മേലോട്ട് പെൻഷൻ കിട്ടും. 60 വയസ്സായ പെൻഷൻ മേടിക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ. എനിക്ക് കിട്ടത്തില്ല. അതെന്താ? ഞാൻ ഒരു കാർഡിലും ലിജി ഇപ്പോൾ ഒരു റേഷൻ കാർഡിലും ഇല്ല. അവിടുത്തെ ഇടുക്കിയിലെ കാർഡിൽ നിന്ന് ലിജിനെ വെട്ടി, ഇവിടുത്തെ കാർഡിൽ നിന്ന് വെട്ടി. ഇനിയിപ്പോൾ ഇവിടുത്തെ കാർഡിനകത്ത് ലിജിനെ ആഡ് ചെയ്യിക്കണം. കാർഡ് വരുന്നതിന് മുമ്പ് ആഡ് ചെയ്യിക്കണം കേട്ടോ. അപ്പോൾ അത് വന്നോ? വന്നു കേട്ടോ നാടിൻ്റെ. അപ്പോൾ പേരെങ്ങനെ പ്രിന്റ് ചെയ്യും? 2ാം കാർഡ് വരുമായിരിക്കും. ആണോ? നമുക്ക് രാവിലെ അതൊക്കെ പേര് ചർച്ച കേട്ടോ. നമുക്ക് രാവിലെ എണീക്കാനുള്ള പരിപാടികൾ നോക്കാം. അതിൽ ചാടി എണീറ്റോ. എണീറ്റോ. ഒന്നുമില്ല, ഞാൻ എണീറ്റാ മതി. അവിടെ ഒന്നുമില്ല. അപ്പം എണീര്, മുമ്പോട്ട് ചാഞ്ഞ് പിടിച്ചങ്ങ് എണീര്. വരട്ടെ. വരട്ടെ. കുഴപ്പമില്ല, കൈയൊക്കെ തന്നെ. എണീറ്റോ. വെരി ഗുഡ്. ക്ലാപ്പ് ചെയ്ത് എന്താ പൊങ്ങാത്തെ?
ചവിട്ടിയിട്ട് തറ ചവിട്ടി ബോഡി പൊക്ക്. ആ അങ്ങനെ പൊങ്ങട്ടെ കൂടെ. അത് ബലം കൊടുത്താൽ എണീക്ക്. എനിക്ക് ഇല്ലല്ലോ, ഒത്തിരി ഒന്നും കഷ്ടപ്പെടണ്ട. നീ എണീറ്റായി. അത് പൊങ്ങുന്നില്ലല്ലോ. അത് കുഴപ്പം. കൈ മുറുക്കപ്പിടി തന്നെ നടത്ത്. ആ കൈ തന്നെയാണെങ്കിൽ മുറുക്കപ്പിടി. അതിൻ്റെ കാലം പിടിച്ചിട്ടുണ്ട്. ആ വെരി ഗുഡ്, വെരി വെരി വെരി. റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എണീക്ക്. അവിടെ പൊങ്ങട്ടെ വണ്ടി. എന്താ സംഭവിച്ചേ? പൊങ്ങ്. എന്നെ താഴോട്ട് നോക്കാം, മേലോട്ട് നോക്കി എണീക്ക്. ആ അത് തന്നെ വേണ്ട. ആ വെരി ഗുഡ്. നേരെ നിൽക്കുന്നു. നേരെ നിർത്ത്. ആ അങ്ങനെ വെരി ഗുഡ്. ഇരുന്നോളല്ലേ. ചേട്ടാ അങ്ങനെ തന്നെ ഇരുന്നു. അവർ സംഭവം വെച്ചാൽ ഇവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. എന്താ പറയുക, ഇവർക്ക് എണീറ്റ് അങ്ങോട്ട് നിൽക്കുമ്പോഴേ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടേ നാടും പോയി ടെൻഷൻ. അപ്പം നമ്മളൂടെ പിടിച്ചു കൊടുത്താൽ ഓക്കെ ആവും. ഇപ്പം എണീറ്റാണ് കൊന്നൂടെ എണീക്കാവോ? എന്നാണ് എണീക്ക്. പേടിക്കാതെ എണീക്ക്. പേടിക്കാതെ എണീക്ക്. അത് കുഴപ്പമില്ല, കായൊക്കെ അങ്ങനെ ഉണ്ടാവും. പേടിക്കാൻ എണീക്ക്. ഇതൊക്കെ ഇത് തനിയെ എണീക്കുന്ന, അതാണ് ഒരു പ്രശ്നം വരുന്നത്. മറ്റേ നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ലോ, സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് എണീക്കാം. എണീക്ക്. തനിയെ എണീക്കുമ്പം വരട്ടെ. നേരത്തെ അങ്ങനെ എണീറ്റപ്പം തറയിൽ കാല് കുത്തി ബോഡി പൊക്ക്. ആ അങ്ങനെ പൊക്ക്. കൈ എടുക്കണോ? ഓ ഞാൻ കൈ വെച്ചേക്കുന്നോണ്ടാന്ന് തോന്നുന്നു വരാത്തെന്ന് തോന്നുന്നു. ഓ സോറി, ഞാൻ കൈ വെച്ചേക്കുന്നോണ്ടാ വരാതിരുന്നേട്ടോ. കേട്ടോ വരാതിരുന്നേ. ഇപ്പോൾ കുഴപ്പമില്ല. നടക്കാൻ ഭയങ്കര പ്രോത്സാഹന. നടക്കത്തില്ല, ഇതേ താന്നു പോകും, പേടിയാ. ഈ സാധനം വളഞ്ഞു പോണ്. ഇത് നടക്കാൻ വേണ്ടി കെട്ടിയതാ. പക്ഷെ ഇത് പൈപ്പ് വെക്കണം. ആ പൈപ്പ് വെച്ച് ഞാനാ. അതൊക്കെ വെക്കും. ആ ഒരു കാല് വെച്ച്. ആ ഇതിങ്ങനെ വളഞ്ഞു പോകുമ്പോഴേ അവർക്ക് പേടിയാ. അത് നടക്കാത്ത. പിടിക്കണോ? ആ അതെ. ആ കാലെടുത്ത് വെച്ചടേ. ആ അതെ. ഇരുത്തണോ? ഓ എല്ലാരും വന്നപ്പോ പവറായിട്ടോ, പവറേഷായി. അതെ ഇതിങ്ങനെ വളയുന്ന കാരണേ അത് കൊടുക്കാനാ. ഇടയ്ക്കൂടെ കൊട്ടി എടുത്ത കാലം വെക്ക്. വലത് കാലം കുത്തി ഇരുത്തണോ? ഓക്കെ. വലത്തെ കാലം ബാക്കിലോട്ട് വെക്ക്. അടുത്താലും ബാക്കിലോട്ട്. ആ പോട്ടെ. ബാക്കിലോട്ട് നടക്കുന്നത്. എവിടെ പോയി ജോലി ചെയ്തായിരുന്നോ? ഇന്നില്ല. ഓ അങ്ങനാ. ശരി. ഓ ആ കണ്ട്. ആ അതെ. രതിമ്മ ഇടയ്ക്ക് പറയാട്ടോ, ഇത് കാണുന്നതല്ല നമ്മുടെ ഇവിടുത്തെ അമ്മമാരും സഹോദരി, അമ്മയുടെ കൂട്ടുകാരും സഹോദരിമാരൊക്കെ കേട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കിടന്നിട്ട് ഫസ്റ്റ്
ഫസ്റ്റ് ഡേ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കൊല്ലത്തെ വീട്ടിലേക്ക് വരും കേട്ടോ. നമ്മൾ 2 വർഷം അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് 1 വർഷത്തിന് ശേഷം എന്തോ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ലിജിയിലായിട്ട് വരുന്ന ദിവസം ആദ്യമായിട്ട് വന്നവരാരാ? ഇവരെല്ലാം ഇപ്പോൾ വന്ന അമ്മ, അവർ 3 പേരും പിന്നെ കുറേ വേറെ, അതായത് തൊഴിലുറപ്പിലുള്ള എല്ലാവരും ഫസ്റ്റ് ഡേ ലിജി ഇവിടെ വന്ന ദിവസം ലിജിനെ കാണാൻ വേണ്ടി വന്ന്. അപ്പോൾ ലിജി ഇപ്പോൾ എഴുന്നേറ്റ് നടന്നപ്പോൾ അതാണ് അവർ അത്രയും സന്തോഷം പ്രകടിപ്പിച്ചതിൻ്റെ കാര്യം. ഈ അന്ന് തൊട്ട് ലിജിനെ കാണുന്നവർ നമ്മുടെ ഇവിടെ ഉള്ള തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്നവരൊക്കെ കേട്ടോ. സംഭവം ഞാനും ഞെട്ടി കേട്ടോ. ലിജി അവർ വന്നങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചതിന് 2 കാല് സ്റ്റെപ്പൊക്കെ എടുത്തിട്ടൊക്കെ നടന്ന് കേട്ടോ. ഒന്നുകൂടെ തന്നെ എണീക്കാവോ അമ്മ? വന്നേ. ഇന്ന് നല്ല കോൺഫിഡൻ്റാ ആണോ? അപ്പോൾ അമ്മ അവിടെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഈ സാധനം എന്താ പറ്റിപ്പോയെന്നാൽ വീണ്ടും വീണ്ടും പറയാ ഇതിങ്ങനെ വളഞ്ഞു പോടെ അല്ലേ? സെറ്റപ്പ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സെറ്റപ്പ് കിട്ടും. കുറേ നേരം നിന്ന് 5 മിനിറ്റ് നിന്നില്ലെങ്കിലും അത്യാവശ്യം നിന്റെ കരിയർ ബെസ്റ്റ് നീ നടത്തിയിട്ടുണ്ട്. അവരെല്ലാം തൊഴിലുറപ്പായിട്ട് പോകും. സന്തേമ്മയുടെ അച്ഛൻ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കരിയർ ബെസ്റ്റ് നീ നേടിയിട്ടുണ്ടോ? ഓൺ റെക്കോർഡിട്ടുണ്ട്. വേൾഡ് റെക്കോർഡിലേക്ക് എത്തിയില്ല, ഓൺ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൺ റെക്കോർഡ് ഇട്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ തനിയെ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു സക്സസ് ആണ് ലിജിയുടെ. ലിജി യു ആർ വെരി 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 എന്ന് പറഞ്ഞത്. അപ്പം ഇത് നമുക്കിനി പ്രാക്ടീസ് ചെയ്യണ്ടേ? എണീറ്റ് നിൽക്കുക, 2 സ്റ്റെപ്പ് വെക്കുക, വീണ്ടും ഇരിക്കുക. നമ്മൾ ഓരോ ദിവസം ഓരോ ചലഞ്ചുകളായിട്ട് മാറ്റിക്കൊണ്ട് വരണേ. 2 സ്റ്റെപ്പ് ഒക്കെ അമ്മയെ കൂടി വിടട്ടെ. അപ്പോൾ എന്താ അറിയാം, ഈ ചാടി പിടിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഹെവി റിസ്ക്കാണ് സത്യം പറഞ്ഞാൽ എടുക്കുന്നത്. ഹെവി റിസ്ക്. കാരണം ലിജി എന്തെങ്കിലും കാരണം പറഞ്ഞു വീണാൽ വലിയ അപകടമായിരിക്കും. പക്ഷെ ഞാനിവിടെ നിൽക്കാന്ന് ചാടി അങ്ങോട്ട് വീഴും ലിജിയുടെ ദേഹത്തേക്ക്. അതാണ് എൻ്റെ പ്ലാന്. എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായതാണ് കേട്ടോ. ലിജി വീഴാനായിട്ട് തുടങ്ങുവാണെങ്കിൽ ചാടി പിടിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് റിസ്ക് എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ വേറെ തൂക്കിയിട്ടിട്ട് ലിജിനെ നടത്തിക്കാനുള്ള സംവിധാനമില്ല, ഇതിന് ബലമില്ല. അപ്പം നമ്മൾ ഈ റിസ്ക് എടുത്താൽ നമുക്ക് ഈ സിറ്റുവേഷൻ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ ഇതില്ല എന്ന് പറഞ്ഞ് നടക്കാതിരിക്കാനും പറ്റില്ല, എക്സസൈസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലേ ലിജി? അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ റിസ്ക് എടുക്കാൻ പോണേ. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നോട്ടെ. അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ബാക്കി പരിപാടി കേട്ടോ. അപ്പോൾ അതെ ഞങ്ങൾ സെക്കൻഡ് ടൈം നടക്കാൻ പോവാണ് ലിജി. നടക്കാനല്ല, എഴുന്നേറ്റ് ഇരിക്കാൻ പോവാം. തേർഡ് ടൈം. ഒരു ടൈം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. നേരിക്കാം. വാ എണീറ്റോ. കാല് ശ്രദ്ധിച്ച്, കാല് മുന്നോട്ട് വെക്കണോ ജി? കാലിച്ച് മുന്നോട്ട് വെച്ചോണേ. കാലിച്ച് മുന്നോട്ട്, അത്രയും മുന്നോട്ട് വെച്ചാൽ എനിക്ക് എണീക്കാൻ പറ്റുമോ? കുറച്ച് അങ്ങനെ കാലിച്ച് വൈഡായിട്ട് വെക്കുക, അകത്തി വെക്ക്. ഓക്കെ. ചാടി എണീറ്റോ. വെരി ഗുഡ് ഗേൾ. ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നടക്കാമോ? വെരി ഗുഡ്. ഒന്ന് വലത്തെ കാല് കുത്തിപ്പിടിക്കുക. പിടിച്ചാൽ വലത്തെ കാല് ഉറപ്പിക്കുക. വെരി ഗുഡ്. ഇടത്തെ കാല് ഇടത്തെ കാല് ഉറപ്പിക്കുക. വലത്തെ കാല് വരട്ടെ, കുഴപ്പമില്ല. വലത്തെ കാല് റിട്ടേൺ വെക്ക്, ബാക്കിലേക്ക് വെക്ക്. അങ്ങനെ റിവേഴ്സ് പോട്ടെ, വണ്ടി റിവേഴ്സ് പോട്ടെ. അതെന്താ വലത്തേക്കാൽ മാത്രം റിവേഴ്സ് പോകണം. ഒരു സൈഡ് മാത്രം പോയാൽ നിൻ്റെ ഒരു സൈഡ് എങ്കോടിച്ചു പോകും. ഇടത്തേക്കാൽ ആരെങ്കിലും വെക്കാൻ വരുമോ? പോട്ടെ, വെക്ക്. ഇതിലൂടെ ലിജിയുടെ ഭയം, പേടി, അങ്ങനത്തെ സാധനം കുറേ ഇരുന്നാളല്ലേ. ഇല്ല, അവൾക്ക് ബാലൻസ് പോയി. എടുത്തോ കാലത്തൊക്കെ വെക്ക്. കാലിച്ചോ ഇപ്പിടിയമ്മ.
ഡാഡി വന്നു. കാലവിടെ തന്നെ ഉണ്ട്. ഞാൻ വിളിച്ചേ ആരെ അച്ഛനെ വേണ്ടോ നീ വിളിക്കാൻ പറഞ്ഞ അപ്പൊ ഞാൻ വേണ്ടി വിളിച്ചപ്പോ അച്ഛൻ എവിടെ അച്ഛൻ പറഞ്ഞ ഇപ്പൊ എന്നെ വിളിക്കാൻ വേണ്ടി ഫോണിൽ അച്ഛൻ ലിജിനെ വിളിച്ചിട്ടാ ഞാൻ പക്ഷെ കക്കാവരം പോയിട്ട് വന്നേ നിർത്താം ഒരെണ്ണോടെ നിർത്താം അല്ല ഒരെണ്ണോടെ നിക്കണ്ടേ തനി എണീക്കോ തനി എണീറ്റിട്ടെങ്കിൽ ഇരുന്നാ മതി ഓക്കെ അപ്പം ഞങ്ങൾ പതിവ് പോലത്തുള്ള എക്സസൈസ് വീണ്ടും തുടരട്ടെ അമ്മ ഇങ്ങ് വാ അമ്മ അമ്മ കഞ്ഞോളം കഞ്ഞോളം കൊടുക്കാൻ പോയതാ എണീക്കണേ കാര്യം കിടക്കുന്ന അച്ഛനെ വിളിച്ചിട്ട് കുട്ടനെന്താന്ന് ചോദിച്ചു രാവിലെ എനിക്ക് വാടെ വിശക്കുന്നതായി ജി കാല് മുന്നോട്ട് വെക്ക് കാലാലും സെറ്റ് ചെയ് അടുത്ത കാലം സെറ്റ് ചെയ്യ് രണ്ട് കാലം സെറ്റ് ചെയ്തു എണീക്കൂ വിശക്കുന്നതേ വാ എന്നെ പോലെ ഞാനും എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് വാ റെഡി 1 2 3 സ്റ്റാർട്ട് ചാടി എണീറ്റോ വെരി ഗുഡ് പോങ്ങട്ടോ നിന്റെ അടവ് എഴുതിക്ക് അയ്യോ ഇപ്പൊ ഒരു സംഭവം നടന്നത് ഇവളെ എനിക്കറിയാം ഇവള് ഇടയ്ക്ക് പിടി വിട്ട് കളയുമെന്ന് ഇടയ്ക്ക് പിടി വിട്ട് താഴോട്ട് പോയതാ ഞാൻ ഓടിച്ചത് പിടിച്ച് ഇരുത്തണോ എനിക്കറിയാം ഇവള് ഇടയ്ക്കിടയ്ക്ക് ആ പണി കാണിക്കുമെന്ന് ടയർഡേ ഫുഡ് കഴിക്കാം ഇന്നത്തെ എനർജി കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യാം അവള് ഫിസിയോതെറാപ്പി പ്രത്യേകം പറയാനുള്ള അവള് ഫുഡ് എന്തോ ഇനി ബാക്കി വൈകുന്നേരം ചേട്ടാ അപ്പോൾ ഇപ്പോൾ എണീറ്റ് വന്നപ്പം താഴേക്ക് ഡ്രോപ്പ് ഈ താഴേക്ക് പോയി അപ്പോഴേ ഞാൻ ചാടി പിടിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷെ അവളെന്താ അറിയാം മുട്ട് മടങ്ങി ഇങ്ങനെ പകുതി വരെ വന്ന് പക്ഷെ അവൾ അവിടെ ലോക്ക് ചെയ്ത് പിടിച്ചത് പിന്നെ താഴേക്ക് പോയിരിക്കാൻ അല്ലേ ഇതേ മുറുക്ക പിടിച്ച് അതാ പറഞ്ഞു നമ്മളൊരു വളരെ സേഫായിട്ടൊരു സോണിൽ നിന്ന് എന്ത് ചെയ്താലും അത് നമുക്ക് എന്താ പറയുന്നത് 100% അതിൻ്റെ റിസൾട്ട് അച്ചീവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും വളരെ സേഫായിട്ടൊരു സോണ് അതിപ്പോൾ ലൈഫിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ കേട്ടോ ഒരുപാട് റിസ്ക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും ഒരു പ്രത്യേക ഒരു ധൈര്യം കിട്ടും അതുപോലെയാണ് വളരെ സേഫായിട്ട് ലിജിനെ ഇതൊക്കെ ചെയ്തിച്ചാൽ ലിജി ആ ഓരോ സിറ്റുവേഷനും പഠിക്കില്ല ഇപ്പോൾ ജസ്റ്റ് ലിജി മറിഞ്ഞ് വീഴുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ ലിജി ആ മുട്ടുകൊണ്ട് ബലം കൊടുത്ത് അവിടെ ആ ലോക്ക് ചെയ്ത് പിടിച്ചപ്പോഴാണ് എനിക്ക് ആ ടൈം കിട്ടിയത് ലിജിനെ പോയി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ പോലും ഒരുപാട് സേഫ് സോണിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ സേഫായിട്ട് തന്നെ തുടരാൻ ശ്രമിക്കും വളരെ റിസ്ക്കും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനും നമുക്ക് മനസ്സിനെ അനുവദിക്കും നമുക്കൊരു ബാക്കിൽ നിന്നൊരു അല്ല ഒരു പുഷ് ഉണ്ടാവും ഒരു പ്രഷർ ഉണ്ടാവും നീ തിരിച്ചു വരണമെന്നൊരു പ്രഷർ ഉണ്ടാവും അല്ലേ ലിജി ജീവിതത്തിൽ ഹായ് ഇതായിട്ട് ഫോറേഴ്സ് കൂടെ വേറെ ആരും ചോദിക്കാനാരും നിന്നില്ലല്ലോ ഒരു പൊക്ക വന്നില്ലേ ലിജി കൈ കാണിച്ചില്ലേ നീ ചോദിച്ചേ വേറെ അറിയത് അവര് കേട്ടില്ല അപ്പം അതുപോലെ പറയുന്നേ സംഭവം അപ്പം ഫുഡ് കഴിച്ചാലോ പോയി ബാക്കി വെച്ച് കേൾക്കാം ടയർഡായി വൈകുന്നേരം നിൽക്കാം നമുക്ക് നേരെ പോയി കാപ്പി കുടിക്കാം ഓക്കെ പഴഞ്ചോറും
അതൊരു കഴിച്ച് ശരിയാവില്ല. ആ ഒരു കഞ്ഞി കുടിക്കുന്ന പോലെ കുടിക്കാം. രാവിലെ പഴഞ്ചോറും മീൻകറി കേട്ടോ. നിങ്ങളാരെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നിങ്ങളാരും കഴിക്കുമെന്ന് കഴിക്കാൻ നിങ്ങളാരും വേറെ രാജ്യത്തൊന്നും അല്ലല്ലോ, ഈ കേരളത്തിൽ തന്നെ അല്ലേ. കഴിക്കാത്ത ഇപ്പം കഴിക്കുന്നുണ്ടാവില്ല, കഴിക്കാത്തവരായിട്ടുണ്ടാവില്ല. മീൻകറി ഉണ്ടോ, കിളിമീൻ എന്നൊക്കെ പറയും, പുയ്യപ്പിള കൊര, ഞങ്ങൾ പൊന്നാരെന്ന് പറയും. ചോറ് ഇന്നത്തെ ചോറ് തിളപ്പിച്ചിട്ടാൽ പോകും. ഇന്നത്തേക്ക് എടുക്കാനാ? അതെ, രാവിലെ ചോറ് കഴിക്കട്ടോ. നമ്മുടെ എന്താ പറയുക, ഗ്യാസ് സ്റ്റവ് പണി മുടക്കി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഉണ്ട് കേട്ടോ. നമ്മുടെ വറുത്ത് പൊടി അരച്ച ചമ്മന്തി കേട്ടോ. ഇതാണ് നമ്മുടെ കറി. മീൻകറി ഉണ്ട്, അത് വരുന്നതിന് മുമ്പേ ഇച്ചിരി ചമ്മന്തിയൊക്കെ കുഴച്ചിട്ട് ഈക്കൊക്കെ ഇത് വെള്ളം വരുന്നു ചുമ്മാ അല്ല കേട്ടോ, ഈക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ സൂപ്പർ ഫുഡ് എനിക്ക് മുട്ടയും പാലും. കേക്കും. അങ്ങനെ ദേ കാപ്പൂടിയൊക്കെ നടക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ചെറിയ പനിയും പ്രശ്നങ്ങളും പിന്നെ ഗ്യാസ് സ്റ്റവ് കംപ്ലൈൻറ്റ്. അപ്പോൾ അങ്ങനെ വന്നപ്പം രാവിലെ കാപ്പി ഉണ്ടാക്കാനും സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ചോറ് കഴിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അത് ഇത്ര അൺഹെൽത്തി ആണെന്നൊക്കെ ഒരുപാട് പേർക്ക് അഭിപ്രായമൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില സാഹചര്യം നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പം ഇന്നത്തെ വളരെ സന്തോഷമുള്ള ദിവസം എന്ന് വെച്ചാൽ ലിജി തനിയെ പിടിച്ച് എണീറ്റു ഒന്ന്. പെട്ടെന്നൊരു സഡനായിട്ടൊരു ആക്ഷൻ ഉണ്ടായി. പെട്ടെന്ന് ആൾക്കാരുടെ ആ ഒരു അപ്രോച്ച്, വന്നവരുടെ ഒരു സ്നേഹവും ഒരു പ്രോത്സാഹനമൊക്കെ കിട്ടിയപ്പോൾ ലിജി കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ് ആവുന്ന പോലെ തോന്നി. അപ്പോൾ ഉടനെ തന്നെ ലിജിയുടെ വളരെ ഇമ്പ്രൂവ്മെൻ്റൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കഞ്ഞി കുടിച്ചിട്ട് ഉടനെ തന്നെ ജോലിക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് വരെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇനി വൈകുന്നേരം വരത്തുള്ളൂ. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ലിജിയുടെ അടുത്ത എക്സസൈസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ കൂടുതലും സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.